ഓം ശാന്തി 18/7/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, സേവന വാർത്തകൾ കേൾക്കുന്നതിലും വായിക്കുന്നതിലും നിങ്ങൾക്ക് താൽപര്യം ഉണ്ടായിരിക്കണം. എന്തെന്നാൽ ഇതിലൂടെ ഉന്മേഷവും ഉത്സാഹവും വർദ്ധിക്കും. സേവനം ചെയ്യുന്നതിനുള്ള സങ്കല്പം ഉണരും. ചോദ്യം: സംഗമയുഗത്തിൽ ബാബ നിങ്ങൾക്ക് സുഖം നൽകുന്നില്ല, എന്നാൽ സുഖത്തിലേക്കുള്ള വഴി പറഞ്ഞു തരുന്നു. എന്തുകൊണ്ട്? ഉത്തരം: എന്തുകൊണ്ടെന്നാൽ എല്ലാവരും ബാബയുടെ കുട്ടികളാണ്. അഥവാ ഒരു കുട്ടിക്ക് മാത്രം സുഖം നൽകിയാൽ അത് ശരിയല്ല. ലൗകിക പിതാവിൽ നിന്നും കുട്ടികൾക്ക് തുല്യമായ ഓഹരി ലഭിക്കുന്നു. പരിധിയില്ലാത്ത അച്ഛൻ ഓഹരി വീതിക്കുന്നില്ല, സുഖത്തിന്റെ വഴി പറഞ്ഞു തരുന്നു. ആര് ആ വഴിയിലൂടെ നടക്കുന്നോ, പുരുഷാർത്ഥം ചെയ്യുന്നോ, അവർക്ക് ഉയർന്ന പദവി ലഭിക്കുന്നു. കുട്ടികൾ പുരുഷാർത്ഥം ചെയ്യണം. പുരുഷാർത്ഥമാണ് എല്ലാത്തിന്റെയും ആധാരം. ഓം ശാന്തി. കുട്ടികൾക്കറിയാം, ബാബ മുരളി കേൾപ്പിക്കുകയാണ്. മുരളി എല്ലാവരുടെയും അടുത്തേക്ക് പോകുന്നു. പിന്നെ മുരളി പഠിച്ച് സേവനം ചെയ്യുന്നത് ആരാണോ അവരുടെ വാർത്തകൾ മാഗസീനിൽ വരും. അപ്പോൾ ഏതെല്ലാം കുട്ടികളാണോ മാഗസീൻ വായിക്കുന്നത് അവർക്ക് സേവനത്തിന്റെ വാർത്തകൾ അറിയാൻ കഴിയും. ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള സേവനങ്ങൾ നടക്കുന്നുണ്ടെന്ന്. ആരാണോ വായിക്കാത്തത് അവർക്ക് സേവനത്തിന്റെ ഒരു കാര്യവും അറിയാൻ സാധിക്കില്ല. മാത്രമല്ല പുരുഷാർത്ഥവും ചെയ്യില്ല. സേവനത്തിന്റെ വാർത്തകൾ കേൾക്കുമ്പോൾ എനിക്കും ഇങ്ങനെയുള്ള സേവനം ചെയ്യണം എന്നത് മനസ്സിൽ വരും. നമ്മുടെ സഹോദരീ സഹോദരന്മാർ എത്ര സേവനം ചെയ്യുന്നുണ്ട് എന്നത് മാഗസീനിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് കുട്ടികൾക്ക് അറിയാവുന്നതാണ്. എത്രത്തോളം സേവനം ചെയ്യുന്നുവോ അത്രയും ഉയർന്ന പദവി ലഭിക്കും. അതിനാൽ മാഗസീനും സേവനം ചെയ്യുന്നതിന് ഉത്സാഹം ഉണർത്തും. ഇത് വെറുതെ ഉണ്ടാക്കുന്നതല്ല. ആരാണോ സ്വയം വായിക്കാത്തത് അവരാണ് ഇത് വെറുതെയാണ് എന്ന് കരുതുന്നത്. ചിലർ പറയും, ഞങ്ങൾക്ക് വായിക്കാൻ അറിയില്ല. അല്ല, നിങ്ങൾ രാമായണവും ഭാഗവതവും ഗീതയും കേൾക്കുന്നതിനായി പോകാറില്ലേ? ഇതും കേൾക്കണം. ഇല്ലെങ്കിൽ സേവനത്തിന് ഉത്സാഹം വർദ്ധിക്കില്ല. ഇന്ന സ്ഥലത്ത് ഇന്ന സേവനം നടന്നു. അഥവാ ലഹരിയുണ്ടെങ്കിൽ ആരെക്കൊണ്ടെങ്കിലും വായിപ്പിച്ചിട്ടാണെങ്കിലും കേൾക്കും. മാഗസീൻ വായിക്കാത്തവരായി സെന്ററിൽ ഒരുപാട് പേരുണ്ട്. വളരെയധികം പേരുണ്ട്. അവരുടെ അടുത്ത് സേവനത്തിന്റെ പേരോ അടയാളമോ പോലും ഉണ്ടാകില്ല. എങ്കിൽ പദവിയും അങ്ങനെയായിരിക്കും നേടുക. ഇത് മനസ്സിലാക്കുന്നുണ്ട്. രാജധാനിയാണ് സ്ഥാപിക്കുന്നത്. ഇതിൽ ആര് എത്ര പരിശ്രമിക്കുന്നുവോ അതിനനുസരിച്ച് പദവി പ്രാപ്തമാക്കും. പഠിപ്പിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ തോറ്റുപോകും. ഈ സമയത്തെ പഠിപ്പാണ് മുഴുവൻ ആധാരവും. എത്രത്തോളം പഠിക്കുന്നുവോ പഠിപ്പിക്കുന്നുവോ അത്രത്തോളം ഗുണം തനിക്ക് തന്നെയാണ്. മാഗസീൻ വായിക്കണം എന്ന ചിന്ത പോലും വരാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അവർ നയാ പൈസയുടെ പദവിയാകും നേടുക. ഇവർ പുരുഷാർത്ഥം ചെയ്തില്ല, അതിനാലാണ് ഇങ്ങനെയുള്ള പദവി ലഭിച്ചത് എന്ന ചിന്തയൊന്നും അവിടെ ഉണ്ടാകില്ല. കർമ്മത്തിന്റെയും അകർമ്മത്തിന്റെയും കാര്യങ്ങളെല്ലാം ബുദ്ധിയിലുള്ളത് ഇപ്പോഴാണ്. കൽപ്പത്തിലെ സംഗമയുഗത്തിലാണ് ബാബ മനസ്സിലാക്കി തരുന്നത്. ആരാണോ മനസ്സിലാക്കാത്തത് അവർ കല്ല് ബുദ്ധികളാണ്. നമ്മൾ മുൻപ് തുച്ഛ ബുദ്ധിയുള്ളവരായിരുന്നു എന്നത് നിങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. അതിലും ശതമാനമുണ്ട്. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കലിയുഗമാണ്. ഇതിൽ അപാര ദുഃഖമാണ്. ഇന്നതെല്ലാം ദുഃഖമാണ്.
വിവേകശാലികളായ കുട്ടികൾ മനസ്സിലാക്കും ബാബ ശരിയാണ് പറയുന്നത് എന്ന്. നമ്മൾ ഇന്നലെ എത്ര ദുഃഖിയായിരുന്നു, എത്രയധികം ദുഃഖങ്ങൾക്ക് നടുവിലായിരുന്നു എന്നത് നിങ്ങൾക്കും അറിയാം. ഇപ്പോൾ വീണ്ടും അപാര സുഖത്തിന്റെ നടുവിലേക്ക് പോവുകയാണ്. ഇത് രാവണ രാജ്യമാണ്, കലിയുഗമാണ്. ഇതും നിങ്ങൾക്കറിയാം. ആരാണോ അറിഞ്ഞിട്ടും മറ്റുള്ളവർക്കൊന്നും മനസ്സിലാക്കി കൊടുക്കാത്തത്, അവരെക്കുറിച്ച് ബാബ പറയുന്നു അവർക്കൊന്നും അറിയില്ല. എപ്പോഴാണോ സേവനം ചെയ്യുന്നത്, വാർത്ത മാഗസീനിൽ വരുന്നത്, അപ്പോഴേ അറിയുന്നവർ എന്ന് പറയൂ. ദിനം പ്രതിദിനം ബാബ സഹജമായ പോയിന്റുകൾ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവർ മനസ്സിലാക്കുന്നത് കലിയുഗം ഇപ്പോഴും കൊച്ചുകുട്ടിയാണ് എന്നാണ്. സംഗമമാണെന്ന് മനസ്സിലാക്കിയാലേ സത്യയുഗവും കലിയുഗവും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ പറ്റൂ. കലിയുഗത്തിൽ അപാര ദുഃഖമാണ്, സത്യയുഗത്തിൽ അപാര സുഖമാണ്. പറയൂ, അപാര സുഖം നമ്മൾ കുട്ടികൾക്ക് ബാബ നൽകുകയാണ്. അതിന്റെ വർണ്ണനയാണ് ഞങ്ങൾ ചെയ്യുന്നത്. മറ്റാർക്കും ഇങ്ങനെ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കില്ല. നിങ്ങൾ പുതിയ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. മറ്റാർക്കും നിങ്ങൾ നരകവാസിയാണോ അതോ സ്വർഗവാസിയാണോ എന്ന് പോലും ചോദിക്കാൻ സാധിക്കില്ല. നിങ്ങൾ കുട്ടികളും നമ്പർ വൈസാണ്. ഇത്രയും പോയിന്റ്സ് ഓർമ്മ വയ്ക്കാൻ സാധിക്കുന്നില്ല. മനസ്സിലാക്കി കൊടുക്കുന്ന സമയത്ത് ദേഹാഭിമാനം ഉണ്ടാകുന്നു. ആത്മാവാണ് കേൾക്കുന്നതും ധാരണ ചെയ്യുന്നതും. പക്ഷെ നല്ല നല്ല മഹാരഥികൾ പോലും ഇത് മറന്നുപോകുന്നു. ദേഹാഭിമാനത്തിൽ വന്ന് സംസാരിക്കാൻ തുടങ്ങും. ഇങ്ങനെ എല്ലാവർക്കും സംഭവിക്കാറുണ്ട്. ബാബ പറയുന്നു എല്ലാവരും പുരുഷാർത്ഥികളാണ്. ആത്മാവാണെന്ന് മനസ്സിലാക്കിയല്ല സംസാരിക്കുന്നത്. ബാബ ആത്മാവാണ് എന്ന് മനസ്സിലാക്കിയാണ് ജ്ഞാനം നൽകുന്നത്. ബാക്കി സഹോദരങ്ങളെല്ലാവരും പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ നിലനിൽക്കണം. അതിനാൽ കുട്ടികൾക്കും മനസ്സിലാക്കി കൊടുക്കണം, കലിയുഗത്തിൽ അപാര ദുഃഖമാണ്, സത്യയുഗത്തിൽ അപാര സുഖമാണ്. ഇപ്പോൾ സംഗമയുഗമാണ് നടക്കുന്നത്. ബാബ വഴി പറഞ്ഞു തരികയാണ്, അല്ലാതെ സുഖം നൽകുകയല്ല ചെയ്യുന്നത്. സുഖത്തിലേക്കുള്ള വഴി പറഞ്ഞു തരുന്നു. രാവണനും ദുഃഖം നൽകുന്നില്ല. ദുഃഖത്തിലേക്കുള്ള തലതിരിഞ്ഞ വഴി പറഞ്ഞു തരുന്നു. ബാബ ദുഃഖവും നൽകുന്നില്ല, സുഖവും നൽകുന്നില്ല. സുഖത്തിലേക്കുള്ള വഴി പറഞ്ഞു തരികയാണ്. പിന്നീട് ആര് എത്ര പുരുഷാർത്ഥം ചെയ്യുന്നുവോ അത്രയും സുഖം നേടും. സുഖം നൽകുന്നില്ല. ബാബയുടെ ശ്രീമത്തിലൂടെ നടക്കുന്നതിലൂടെ സുഖം നേടുകയാണ്. ബാബ കേവലം വഴി പറഞ്ഞു തരുന്നു. രാവണനിൽ നിന്ന് ലഭിക്കുന്നത് ദുഃഖത്തിലേക്കുള്ള വഴിയാണ്. അഥവാ ബാബ നൽകുകയാണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ സമ്പത്ത് ലഭിക്കേണ്ടതാണ്. എങ്ങനെയാണോ ലൗകിക പിതാവ് സമ്പത്ത് ഭാഗം വയ്ക്കുന്നത്, അതുപോലെ ഇവിടെ ആര് എങ്ങനെ പുരുഷാർത്ഥം ചെയ്യുന്നോ അതുപോലെയാണ്. ബാബ വളരെ സഹജ വഴി പറഞ്ഞു തരുന്നു. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത്രയും ഉയർന്ന പദവി ലഭിക്കും. കുട്ടികൾ പുരുഷാർത്ഥം ചെയ്യണം. എനിക്ക് ഏറ്റവും ഉയർന്ന പദവി നേടണം എന്ന് കരുതി പഠിക്കണം. ഇവർ ഉയർന്ന പദവി നേടിക്കോട്ടെ, ഞാൻ ഇവിടെ ഇരുന്നോളാം എന്നാകരുത്. ആദ്യം പുരുഷാർത്ഥം. ഡ്രാമയനുസരിച്ച് പുരുഷാർത്ഥം തീർച്ചയായും ചെയ്യേണ്ടതുണ്ട്. ചിലർ തീവ്ര പുരുഷാർത്ഥം ചെയ്യുന്നു, ചിലർ പതുക്കെയാണ്. പുരുഷാർത്ഥമാണ് എല്ലാത്തിനും ആധാരം. ബാബയാണെങ്കിൽ വഴി പറഞ്ഞു തരുന്നു, എന്നെ ഓർമ്മിക്കൂ. എത്രത്തോളം ഓർമ്മിക്കുന്നുവോ അത്രയും വികർമ്മം വിനാശമാകും. ഡ്രാമയുടെ മേൽ ഇടരുത്. ഇത് മനസ്സിലായ കാര്യമാണ്. വിശ്വത്തിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ആവർത്തിക്കും.
അതിനാൽ തീർച്ചയായും എന്ത് പാർട്ടാണോ അഭിനയിച്ചത് അത് വീണ്ടും അഭിനയിക്കേണ്ടി വരും. മുഴുവൻ ധർമ്മങ്ങളും വീണ്ടും തന്റെ സമയമാകുമ്പോൾ വരും. കരുതൂ, ഇപ്പോൾ ക്രിസ്ത്യൻസ് 100 കോടിയുണ്ട്. എങ്കിൽ വീണ്ടും ഇത്രയും പേര് തന്നെ പാർട്ട് അഭിനയിക്കാനായി വരും. ആത്മാവും വിനാശമാകില്ല, ആത്മാവിലെ പാർട്ടും ഒരിക്കലും വിനാശമാകുകയില്ല. ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആരാണോ മനസ്സിലാക്കിയത് അവർ തീർച്ചയായും മനസ്സിലാക്കി കൊടുക്കും. ധനം നൽകാതെ ധനം വർദ്ധിക്കില്ല. ധാരണ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. മറ്റുള്ളവരെയും ധനവാനാക്കി മാറ്റിക്കൊണ്ടിരിക്കും. പക്ഷെ ഭാഗ്യത്തിലില്ലെങ്കിൽ തന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് കരുതും. ടീച്ചർ പറയും, നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഭാഗ്യത്തിൽ കാലണയുടെ പദവിയായിരിക്കും ഉണ്ടാവുക. ഭാഗ്യത്തിലില്ലെങ്കിൽ യുക്തികൾ ഉപയോഗിച്ചിട്ട് എന്ത് കാര്യം? ഇത് പരിധിയില്ലാത്ത പാഠശാലയാണ്. ഓരോ ടീച്ചേഴ്സിന്റെയും വിഷയം വേറെ വേറെ ആയിരിക്കും. ബാബ പഠിപ്പിക്കുന്ന രീതി ബാബയ്ക്കേ അറിയൂ. പിന്നെ നിങ്ങൾ കുട്ടികൾക്കും അറിയാം. ബാക്കി ആർക്കും അറിയാൻ കഴിയില്ല. നിങ്ങൾ കുട്ടികൾ എത്ര പരിശ്രമിക്കുന്നു അപ്പോഴാണ് ആരെങ്കിലും മനസ്സിലാക്കുന്നത്. ബുദ്ധിയിൽ നിൽക്കുന്നേയില്ല. എത്രത്തോളം അടുത്തേക്ക് എത്തുന്നുവോ അതിനനുസരിച്ച് സമർത്ഥരായി മാറുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ മ്യൂസിയം, ആത്മീയ കോളേജ് എന്നിവ നിർമ്മിക്കുന്നുണ്ട്. നിങ്ങളുടെ പേര് തന്നെ വേറിട്ടതാണ്, ആത്മീയ വിശ്വവിദ്യാലയം. ഗവൺമെന്റും നോക്കും. പറയൂ, നിങ്ങളുടേത് ഭൗതികമായ സർവകലാശാലയാണ്. എന്നാൽ ഇത് ആത്മീയമാണ്. ആത്മാവാണ് പഠിക്കുന്നത്. 84ന്റെ മുഴുവൻ ചക്രത്തിലും ഒരേ ഒരു തവണയാണ് ബാബ വന്ന് ആത്മീയ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഫിലിമിൽ കാണാറുണ്ട്, 3 മണിക്കൂറിന് ശേഷം വീണ്ടും അത് തന്നെ ആവർത്തിക്കും. ഇവിടെയും 5000 വർഷത്തിന്റെ ചക്രം വീണ്ടും അതുപോലെ ആവർത്തിക്കും. ഇത് നിങ്ങൾ കുട്ടികൾക്ക് അറിയാം. അവർ ഭക്തിയിൽ ശാസ്ത്രങ്ങൾ മാത്രമാണ് ശരി എന്ന് മനസ്സിലാക്കുന്നത്. നിങ്ങൾക്കാണെങ്കിൽ ഒരു ശാസ്ത്രവുമില്ല. ബാബ ഇരുന്ന് മനസ്സിലാക്കി തരികയാണ്. എന്താ ബാബ ഏതെങ്കിലും ശാസ്ത്രം പഠിച്ചിട്ടുണ്ടോ? അവരാണെങ്കിൽ ഗീത പഠിപ്പിച്ച് കേൾപ്പിക്കും. അഥവാ പഠിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ ബാബ പ്രവേശിക്കുന്നില്ലല്ലോ. പരിധിയില്ലാത്ത ബാബയുടെ പാർട്ട് പഠിപ്പിക്കുന്നതിന്റേതാണ്. തന്റെ പരിചയം നൽകുന്നു. ലോകത്തിലുള്ളവർക്കാണെങ്കിൽ അറിയുകയേയില്ല. പാടുന്നുമുണ്ട്, അച്ഛൻ ജ്ഞാനസാഗരനാണ്. ജ്ഞാനസാഗരൻ എന്ന് കൃഷ്ണനെ പറയാറില്ല. എന്താ ഈ ലക്ഷ്മി നാരായണന്മാർ ജ്ഞാനസാഗരന്മാരാണോ? അല്ല. ഇത് അത്ഭുതമാണ്. നമ്മൾ ബ്രാഹ്മണർ തന്നെയാണ് ശ്രീമതമനുസരിച്ച് ഈ ജ്ഞാനം കേൾപ്പിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നു. ഈ കണക്കനുസരിച്ച് നമ്മൾ ബ്രാഹ്മണർ തന്നെയാണ് പ്രജാപിത ബ്രഹ്മാവിന്റെ സന്താനങ്ങൾ. അനേക തവണ ആയിട്ടുണ്ട്, വീണ്ടും ആവും. മനുഷ്യരുടെ ബുദ്ധിയിൽ ഇത് എപ്പോൾ വന്നോ അപ്പോഴേ അംഗീകരിക്കൂ. നിങ്ങൾക്കറിയാം, കൽപ്പകൽപ്പം നമ്മൾ പ്രജാപിത ബ്രഹ്മാവിന്റെ ദത്തെടുക്കപ്പെടുന്ന കുട്ടികളായി മാറും. ആരാണോ മനസ്സിലാക്കുന്നത് അവർ നിശ്ചയബുദ്ധിയായും മാറും. ബ്രാഹ്മണനായി മാറാതെ എങ്ങനെ ദേവതയായി മാറും? ഓരോരുത്തരുടെയും ബുദ്ധിയാണ് ആധാരം. സ്കൂളിൽ ചിലർ സ്കോളർഷിപ്പ് നേടും, എന്നാൽ ചിലർ തോറ്റുപോകും. പിന്നീട് ആരംഭം മുതൽ പഠിക്കണം. ബാബ പറയുന്നു, വികാരത്തിൽ വീണു എങ്കിൽ സമ്പാദ്യം നഷ്ടപ്പെടുത്തി. പിന്നീട് ബുദ്ധിയിൽ ഇതൊന്നും ഇരിക്കില്ല, ഉള്ളു കാർന്നുകൊണ്ടിരിക്കും. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഈ ജന്മത്തിൽ എന്തെല്ലാം പാപങ്ങൾ ചെയ്തോ അതെല്ലാം നമുക്കറിയാം. ബാക്കി മുൻ ജന്മങ്ങളിൽ എന്തെല്ലാം ചെയ്തിട്ടുണ്ട് എന്നത് ഓർമ്മ ഉണ്ടാകില്ല. തീർച്ചയായും പാപം ചെയ്തിട്ടുണ്ട്.
പുണ്യാത്മാവായിരുന്നത് ആരാണോ അവർ തന്നെയാണ് പാപാത്മാവായി മാറുന്നത്. കണക്ക് വഴക്കുകൾ ബാബ ഇരുന്ന് മനസ്സിലാക്കി തരികയാണ്. വളരെയധികം കുട്ടികളുണ്ട്, മറന്നുപോകുന്നു, പഠിക്കുന്നില്ല. അഥവാ പഠിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും പഠിപ്പിക്കുകയും ചെയ്യും. ചില ഡൾ ബുദ്ധികൾ സമർത്ഥരായി മാറുന്നു. എത്ര വലിയ പഠിപ്പാണ്! ബാബയുടെ ഈ പഠിപ്പിലൂടെ വേണം സൂര്യവംശി ചന്ദ്രവംശി പരമ്പരകൾ ഉണ്ടാകാൻ. അവർ ഈ ജന്മത്തിലാണ് പഠിച്ച് ലക്ഷ്യം നേടുന്നത്. നിങ്ങൾക്കറിയാം, ഈ പഠിപ്പിന്റെ പദവി പുതിയ ലോകത്തിലാണ് ലഭിക്കുക. അത് ദൂരെയൊന്നുമല്ല. എങ്ങനെയാണോ വസ്ത്രം മാറ്റുന്നത്, അതുപോലെ പഴയ ലോകത്തെ ഉപേക്ഷിച്ച് പുതിയ ലോകത്തിലേക്ക് പോകണം. തീർച്ചയായും വിനാശവും ഉണ്ടാകും. ഇപ്പോൾ നിങ്ങൾ പുതിയ ലോകത്തിലേതായി മാറുകയാണ്. പിന്നീട് ഈ പഴയ വസ്ത്രം ഉപേക്ഷിച്ച് പോകണം. നമ്പർ വയസ്സായി രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണോ നല്ല രീതിയിൽ പഠിക്കുന്നത് അവരാണ് ആദ്യമാദ്യം സ്വർഗത്തിൽ വരുന്നത്. ബാക്കിയുള്ളവർ പിന്നാലെ വരും. സ്വർഗത്തിലേക്ക് വരാൻ കഴിയില്ല. സ്വർഗത്തിലെ ദാസദാസിമാർ ആരാണോ അവരും ഹൃദയത്തിൽ കയറിയവരായിരിക്കും. അല്ലാതെ എല്ലാവരും വരും എന്നല്ല. ഇപ്പോൾ ആത്മീയ കോളേജ് മുതലായവ തുറന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും വന്ന് പുരുഷാർത്ഥം ചെയ്യും. പഠിപ്പിൽ തീവ്രതയോടെ മുകളിലേക്ക് പോകുന്നത് ആരാണോ അവർ ഉയർന്ന പദവി നേടും. ഡള്ളായ ബുദ്ധിയുള്ളവർ കുറഞ്ഞ പദവി നേടും. ഡൾ ബുദ്ധിയുള്ളവരും മുന്നോട്ടു പോകവേ തീവ്രഗതിയിൽ പുരുഷാർത്ഥം ചെയ്യാനും സാധ്യതയുണ്ട്. വളരെ വിവേകശാലിയായവർ താഴേക്ക് പോകാനും സാധ്യതയുണ്ട്. പുരുഷാർത്ഥത്തിൽ നിന്ന് മനസ്സിലാക്കാം, ഈ നടക്കുന്നത് മുഴുവനും ഡ്രാമയാണ്. ആത്മാവ് ശരീരം ധാരണ ചെയ്ത് ഇവിടെ പാർട്ട് അഭിനയിക്കുകയാണ്. പുതിയ ശരീരം ധാരണ ചെയ്ത് പുതിയ പാർട്ട് അഭിനയിക്കുന്നു. ഇപ്പോഴെല്ലാം എന്തെല്ലാമായാണ് മാറുന്നത്? സംസ്കാരം ആത്മാവിലാണ് ഉള്ളത്. പുറത്തുള്ള ആരിലും അല്പം പോലും ജ്ഞാനമില്ല. ബാബ എപ്പോൾ വന്ന് പഠിപ്പിക്കുന്നോ അപ്പോഴാണ് ജ്ഞാനം ലഭിക്കുന്നത്. ടീച്ചർ ഇല്ല എങ്കിൽ പിന്നെ ജ്ഞാനം എവിടെ നിന്ന് ലഭിക്കാനാണ്? അത് ഭക്തിയാണ്. ഭക്തിയിൽ അപാര ദുഃഖമാണ്. മീരയ്ക്ക് സാക്ഷാത്കാരങ്ങൾ ലഭിക്കുമായിരുന്നു, പക്ഷേ സുഖം ഉണ്ടായിരുന്നില്ലല്ലോ. എന്താ അസുഖം വന്നിട്ടുണ്ടാകില്ലേ? അവിടെ ഒരു പ്രകാരത്തിലുള്ള ദുഃഖവും ഉണ്ടാകില്ല. ഇവിടെ അപാര ദുഃഖമാണ്, അവിടെ അപാര സുഖമാണ്. ഇവിടെ എല്ലാവരും ദുഃഖിയാണ്. രാജാക്കന്മാർക്കും ദുഃഖമല്ലേ? പേര് തന്നെ ദുഃഖധാമം എന്നാണ്. അത് സുഖധാമമാണ്. സമ്പൂർണ്ണ ദുഃഖവും സമ്പൂർണ്ണ സുഖവും. പിന്നെ ഇതാണ് സംഗമയുഗം. സത്യയുഗത്തിൽ സമ്പൂർണ്ണ സുഖം, കലിയുഗത്തിൽ സമ്പൂർണ്ണ ദുഃഖം. ദുഃഖം ഒരുപാട് രീതിയിലുണ്ട്. എല്ലാം വൃദ്ധി നേടിക്കൊണ്ടിരിക്കുകയാണ്. മുന്നോട്ടു പോകവേ എത്ര ദുഃഖമുണ്ടാകും! അളവില്ലാത്ത ദുഃഖത്തിന്റെ പർവ്വതം ഇടിഞ്ഞു വീഴും. നിങ്ങൾക്ക് സംസാരിക്കാൻ വളരെ കുറച്ചു സമയമേ അവർ നൽകുന്നുള്ളൂ. 2 മിനിറ്റ് നൽകിയാലും മനസ്സിലാക്കി കൊടുക്കൂ. സത്യയുഗത്തിൽ അളവില്ലാത്ത സുഖമുണ്ട്. അത് ബാബയാണ് നൽകുന്നത്. രാവണനിൽ നിന്നും അപാര ദുഃഖമാണ് ലഭിക്കുന്നത്. ഇപ്പോൾ ബാബ പറയുന്നു, കാമത്തിനു മേൽ വിജയം നേടൂ, എങ്കിൽ ജഗത് ജീത്തായി മാറും. ഈ ജ്ഞാനത്തിന് വിനാശം ഉണ്ടാകില്ല. കുറച്ചു കേട്ടാലും സ്വർഗത്തിലേക്ക് വരും. വളരെയധികം പ്രജകളുണ്ടാകും. രാജാവ് എവിടെ കിടക്കുന്നു? ദരിദ്രൻ എവിടെ കിടക്കുന്നു? ഓരോരുത്തരുടെയും ബുദ്ധി വ്യത്യസ്തമാണ്. മനസ്സിലാക്കിയിട്ട് ആരാണോ മറ്റുള്ളവർക്കും മനസ്സിലാക്കി കൊടുക്കുന്നത് അവർക്ക് നല്ല പദവി ലഭിക്കും. ഈ സ്കൂളും വളരെ വിശേഷമായതാണ്. ഭഗവാനാണ് വന്ന് പഠിപ്പിക്കുന്നത്.
ശ്രീകൃഷ്ണൻ പിന്നെയും ദൈവിക ഗുണങ്ങളുള്ള ദേവതയാണ്. ബാബ പറയുന്നു, ഞാൻ ദൈവിക ഗുണങ്ങളിൽ നിന്നും ആസുരീയ അവഗുണങ്ങളിൽ നിന്നും വേറിട്ടതാണ്. ഞാൻ നിങ്ങളുടെ അച്ഛനാണ്, വരുന്നത് പഠിപ്പിക്കാനാണ്. ആത്മീയ ജ്ഞാനം നൽകുന്നത് പരമാത്മാവാണ്. ഗീതാജ്ഞാനം നൽകാൻ ദേഹധാരിയായ ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ദേവതയ്ക്കോ സാധിക്കില്ല. വിഷ്ണു ദേവതായ നമഃ എന്ന് പറയുന്നു. എങ്കിൽ കൃഷ്ണൻ ആരാണ്? ദേവതയായ കൃഷ്ണൻ തന്നെയാണ് വിഷ്ണു. ഇതാർക്കും അറിയില്ല. നിങ്ങളിൽ പലരും മറന്നുപോകുന്നു. സ്വയം പൂർണമായി മനസ്സിലാക്കിയാൽ മറ്റുള്ളവർക്കും മനസ്സിലാക്കി കൊടുക്കും. സേവനം ചെയ്ത് തെളിവുമായി വരണം. അപ്പോൾ മനസ്സിലാക്കും സേവനം ചെയ്തു. അതിനാൽ ബാബ പറയുകയാണ്, നീട്ടി വലിച്ചു വാർത്തകൾ എഴുതേണ്ടതില്ല. ഇന്നയാൾ വരാൻ പോവുകയാണ്, ഇങ്ങനെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്, ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. കുറഞ്ഞ വാക്കുകളിൽ എഴുതണം. വന്നോ, നിലനിൽക്കുന്നുണ്ടോ എന്ന് നോക്കൂ. മനസ്സിലാക്കി സേവനം ചെയ്യാൻ തുടങ്ങുമ്പോൾ വാർത്ത എഴുതൂ. ചിലർ വളരെ ഷോ കാണിച്ച് വാർത്തകൾ നൽകുന്നു. ബാബയ്ക്ക് ഓരോ കാര്യത്തിലുമുള്ള റിസൾട്ട് വേണം. ഇങ്ങനെ അനേകം പേർ ബാബയുടെ അടുത്തേക്ക് വരുന്നുണ്ട്, പിന്നീട് ഉപേക്ഷിച്ചു പോകും. അതിൽ നിന്ന് എന്ത് പ്രയോജനം? അവരെ ബാബ എന്ത് ചെയ്യും? അവർക്കും പ്രയോജനമില്ല, നിങ്ങൾക്കും പ്രയോജനമില്ല. നിങ്ങളുടെ ദൗത്യത്തിന്റെ വൃദ്ധി ഉണ്ടായില്ലല്ലോ. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും പുലർക്കാല വന്ദനവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഒരു കാര്യത്തിലും നിസ്സഹായരാകരുത്. സ്വയത്തിൽ ജ്ഞാനം ധാരണ ചെയ്ത് ദാനം ചെയ്യണം. മറ്റുള്ളവരുടെ ഭാഗ്യം ഉണർത്തണം. 2. ആരോടെങ്കിലും സംസാരിക്കുകയാണെങ്കിലും സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ആത്മാവിനോട് സംസാരിക്കണം. അല്പം പോലും ദേഹാഭിമാനം ഉണ്ടാകരുത്. ബാബയിൽ നിന്ന് ലഭിച്ച അപാര സുഖം മറ്റെല്ലാവർക്കും വിതരണം ചെയ്യണം. വരദാനം: ഹൃദയത്തിന്റെയും ബുദ്ധിയുടെയും ബാലൻസിൽ സേവനം ചെയ്യുന്ന സദാ സഫലതാമൂർത്തിയായി ഭവിക്കട്ടെ. പലതവണ കുട്ടികൾ സേവനത്തിൽ കേവലം ബുദ്ധിയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഹൃദയവും ബുദ്ധിയും ഉപയോഗിച്ച് സേവനം ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് സേവനത്തിൽ സഫലതാമൂർത്തി ആകുന്നത്. ആരാണോ കേവലം ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്നത്, അവരുടെ ബുദ്ധിയിൽ കുറച്ചു സമയത്തേക്ക് ബാബയുടെ ഓർമ്മ നിലനിൽക്കുന്നു. അതെ, ബാബയാണ് ചെയ്യിപ്പിക്കുന്നതെന്ന്. എന്നാൽ കുറച്ചു സമയത്തേക്ക് ശേഷം വീണ്ടും ഞാൻ എന്ന ഭാവം വരുന്നു. എന്നാൽ ഹൃദയത്തിൽ നിന്നും ആത്മാർത്ഥതയോടെ ചെയ്യുന്നവരുടെ ഹൃദയത്തിൽ ബാബയുടെ സ്മൃതി സദാ ഉണ്ടാകുന്നു. ആത്മാർത്ഥതയോടെ ചെയ്യുന്നവർക്കാണ് ഫലം ലഭിക്കുന്നത്. രണ്ടിന്റെയും ബാലൻസ് ഉണ്ടെങ്കിൽ സദാ സഫലതയാണ്. സ്ലോഗൻ: പരിധിയില്ലാത്തതിലിരിക്കൂ, എന്നാൽ പരിധിയുള്ള കാര്യങ്ങൾ സ്വതവേ സമാപ്തമാകുന്നു. ഓം ശാന്തി.